ഒരു വാൽനക്ഷത്രം ഭൂമിക്ക് സമീപത്തേക്കായി വരുന്നു. 70 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഇതിന്റെ പേര് 12P പോൺസ് ബ്രൂക്സ് എന്നാണ്. മദർ ഓഫ് ഡ്രാഗൺസ് എന്നും വിളിക്കപ്പെടുന്ന ഇതൊരു പച്ച നിറമുള്ള ഡെവിൾ കോമറ്റ് ആണ്. നിലവിൽ സൂര്യന് നേരെയാണ് പോകുന്നതെങ്കിലും അധികം വൈകാതെ ഭൂമിയിലേക്ക് വരും. ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം അതിന്റെ മഞ്ഞുമൂടിയ ഇതിനു ചുറ്റും ഒരു വളഞ്ഞ പ്രകാശവലയമുണ്ട് എന്നതാണ്. ഈ പച്ച പൈശാചിക വാൽനക്ഷത്രത്തിന്റെ വലിപ്പം ഒരു നഗരത്തിന് തുല്യമാണ്. ഈ വർഷം ഇത് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകും. ചുറ്റുപാടും പച്ച വെളിച്ചം പ്രസരിക്കുന്നതിനാലാണ് ഇതിനെ ഗ്രീൻ ഡെവിൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ വീതി ഏകദേശം 17 കിലോമീറ്റർ ആണ്. ഇതിനുള്ളിൽ ഐസും കല്ലുമുണ്ട്. ഇത് 71 വർഷത്തിനുള്ളിൽ സൂര്യനു ചുറ്റും പ്രഭാവം സൃഷ്ടിക്കുന്നു. അതിന്റെ മധ്യഭാഗത്ത് ഐസും വാതകവും പൊടിയുമുണ്ട്. ഇവിടെ നിന്ന് വാൽനക്ഷത്രത്തിന്റെ മധ്യഭാഗത്തേക്കുള്ള വസ്തുക്കൾ പതുക്കെ പുറത്തേക്ക് വരും. ഈ ധൂമകേതു ക്രയോവോൾക്കാനിക് ആണ്. അതായത് സൂര്യപ്രകാശം അതിൽ പതിക്കുമ്പോൾ തന്നെ അത് ഐസ് ഉറവകൾ തുപ്പുന്നു. ഇതിനെ ക്രയോമാഗ്മ എന്ന് വിളിക്കുന്നു. ഈ ജലധാര തന്നെ അതിന്റെ നീണ്ട വാലായി മാറുന്നു. ഈ സമയത്ത് ഈ ഗ്രീൻ ഡെവിൾ വാൽനക്ഷത്രം സൂര്യപ്രകാശത്തിൽ കുറച്ചുകൂടി തിളങ്ങുന്നു. 69 വർഷത്തിനു ശേഷം ജൂലൈ മാസത്തിൽ ബഹിരാകാശത്ത് ദൃശ്യമായതോടെയാണ് കഴിഞ്ഞ വർഷം ഇതേക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചത്. അത് നമ്മുടെ സൂര്യനെ ലക്ഷ്യമാക്കി വരും. തുടർച്ചയായി അതിൽ നിന്നും ഐസ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാലാണ് അതിനെ പിശാച് എന്ന് വിളിക്കുന്നത്. നേരത്തെ അതിന്റെ തലയിൽ കൊമ്പുകൾ വളർന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ഡെവിൾ കോമറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കൊമ്പ് അപ്രത്യക്ഷമായി. രൂപം വീണ്ടും മാറിയെങ്കിലും എന്നാൽ സ്ഫോടനങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ ധൂമകേതു സൂര്യനോടടുത്ത് നീങ്ങുമ്പോൾ അതിന്റെ പച്ച നിറം കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. കാരണം അതിനുള്ളിൽ ഡൈകാർബൺ ഉണ്ട്. അതായത് 2 കാർബൺ ആറ്റങ്ങൾ പരസ്പരം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ ധൂമകേതു അതിന്റെ വലിപ്പം തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നു. അതായത് അതിന്റെ വാൽ നീളം കൂടുന്നു. 2024 മാർച്ച് 9 ജ്യോതിശാസ്ത്രജ്ഞനായ ജാൻ എറിക് വാലേസ്റ്റാഡ് അതിന്റെ പുതിയ ചിത്രങ്ങൾ എടുത്തിരുന്നു. നോർവേയിൽ നിന്നാണ് ചിത്രങ്ങൾ എടുത്തത്. ഇതിനായി പ്രത്യേകതരം ക്യാമറകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചു. ഇപ്പോൾ ഈ ധൂമകേതു നമ്മുടെ സൗരയൂഥത്തിന്റെ ഉൾഭാഗത്ത് മണിക്കൂറിൽ 64,500 കിലോമീറ്റർ വേഗതയിൽ സൂര്യനു നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. 2024 ഏപ്രിൽ 24 ഇത് സൂര്യനോട് ഏറ്റവും അടുത്തായിരിക്കും. ഈ ഗ്രീൻ ഡെവിൾ വാൽനക്ഷത്രം 2024 ജൂൺ 2 ഭൂമിയോട് ഏറ്റവും അടുത്തു വരും. അപ്പോൾ അത് തുറന്ന ആകാശത്ത് നഗ്നനേത്രങ്ങളും കൊണ്ട് ദൃശ്യമാകും. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.